ഹലോ ഗായ്സ്, എല്ലാവർക്കും ശരത് ബാലകൃഷ്ണൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ തൃശ്ശൂർ കിരാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗായ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലേ, കണ്ടോ, നല്ല നല്ല പാടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്, കണ്ടോ, കൊക്ക്, പിന്നെന്താ പറയുക, ഒരു പോത്തുണ്ട്, പിന്നെ കുറേ കൊക്കുകളുണ്ട്. ഇവിടെ ഗായ്സ്, ഇവിടെ മയിലുകളൊക്കെ വരാറുള്ള നല്ല ഗ്രാമമുള്ള സ്ഥലമാണ് ഇത്, കിരാലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഗൈസ്. ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, നേരെ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് ആ അമ്പലത്തിലേക്ക് തന്നെ പോവാം. ഗൈസ്, ഇതാണ് അമ്പലം, വേണ്ട, അതായത് കിരാലൂർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, അവിടെ നിന്ന് പാടത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അവിടെ ഒരു അമ്പലം കാണാൻ പറ്റും. അതൊരു ചെറിയൊരു അമ്പലമാണ് ഗൈസ്, കണ്ടോ. പിന്നെ അവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പുഴ. പുഴ എല്ലാവർക്കും കാണണ്ടേ, കാണിച്ചു തരാം ഗൈസ്. എല്ലാവരും പുഴയൊന്നും കണ്ടിട്ടില്ലല്ലോ, പുഴ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് കുളം. അതായത് കിരാലൂർ എന്ന് പറഞ്ഞൊരു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഈ പറഞ്ഞ പോലെ പാടവും കൂടെ കുളമൊക്കെ കാണാം. ഇവിടെ മയിലിൻ്റെ ഒക്കെ ശബ്ദങ്ങളൊക്കെ ധാരാളം കേൾക്കാറുള്ള സ്ഥലങ്ങളാണ്. ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ തൃശ്ശൂർ കിരാലൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ തൃശ്ശൂർ കിരാലൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ശരത് ബാലകൃഷ്ണൻ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.